നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 10-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമാണെന്നറിയാൻ പറ്റും. അതുപോലെ തന്നെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. മറ്റ് ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2024 ഡിസംബർ മാസം 10-ാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 25-ാം തീയതി വരും. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗ്ഗശീർഷ മാസം 19-ാം തീയതി. സൂര്യോദയം രാവിലെ 6:29 അസ്തമയം വൈകുന്നേരം 6:01 ഉദയാൽപരം തിഥി ദശമി തിഥിയാണ്. ദശമി തിഥി ബുധനാഴ്ച പുലർച്ചെ 3:43 വരെ ഉണ്ടായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ ഉദയാൽപരം നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. 1:32 കൊണ്ട് ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കും. ചൊവ്വാഴ്ച ദിവസം പൂർണ്ണമായിട്ടും ഉത്രട്ടാതി നക്ഷത്രം അല്ല. ഉത്രട്ടാതി നക്ഷത്രം ഉച്ചയ്ക്ക് 1:32 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് രേവതി നക്ഷത്രമാണ് ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ഉത്രട്ടാതി നക്ഷത്ര സമയം കൃത്യമായി പറഞ്ഞാൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 2:58 മുതലാണ് ആരംഭിക്കുക. അവസാനിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:32 അവസാനിക്കുക. അപ്പോൾ ഈ സമയമാണ് ഉത്രട്ടാതി നക്ഷത്ര സമയം. ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകരെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:32 മുതലാണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്നത്. അപ്പോൾ രേവതി നക്ഷത്രം ഉച്ച കഴിഞ്ഞ് രേവതി നക്ഷത്രമായിട്ടുള്ള അനുകൂലമായ അനുഭവങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് ഓരോ നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകിച്ച് അറിയണം. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളൊക്കെ ഈ നക്ഷത്ര ജാതകരാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഏതൊക്കെ നാളുകാർക്കാണ് ഈ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:32 വരെ ഉത്രട്ടാതി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ അവിട്ടം, ഉത്രാടം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, പൂരുട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:32 വരെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:32 വരെ ഉത്രട്ടാതി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരാടം, ചതയം, തിരുവോണം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:32 വരെ ഈ ഉത്രട്ടാതി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ അവർക്ക് ഈ ഉത്രട്ടാതി നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:32 വരെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പോരുട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം ഇത്രയും നാളുകാർക്കാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:32 വരെ ഉത്രട്ടാതി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്ന് അറിഞ്ഞുകൊള്ളുക. ഇനി ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:32 മുതൽ രേവതി നക്ഷത്രം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് രേവതി നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും പറഞ്ഞു തരാം. രേവതി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രട്ടാതി, പൂയം, ആയില്യം, ചതയം, തിരുവോണം, തൃക്കേട്ട, മൂലം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം 1:32 മുതൽ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:32 മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ രേവതി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള നാളുകാർ പൂരുട്ടാതി, അവിട്ടം, ഉത്രാടം എന്നീ നാളുകാരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി രേവതി നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:32 മുതൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് കൂടി പറഞ്ഞു തരാം. രേവതി, തിരുവാതിര, അതുപോലെ തന്നെ കാർത്തിക, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം എന്നീ നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 മുതൽ രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ചാണ് പറഞ്ഞത്. തിരുവാതിര, രേവതി, കാർത്തിക, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം
ഇവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 1:32 മുതൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയം കൂടി പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:59 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. ആ സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:59 മുതൽ 3:29 വരെയുള്ള സമയവും നല്ല സമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇനിയും സംഖ്യാശാസ്ത്രം കൂടി പറയാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 10 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 1 വരും. ഏതൊരു മാസത്തെ 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 1 വരും. അപ്രകാരമുള്ളവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQI എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വളരെ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 2024 ഡിസംബർ മാസം 31 രാത്രി 11 മണി മുതൽ 12:30 വരെയുള്ള സമയത്ത് ഒരു സർവൈശ്വര്യ പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരിലൊരു മഹാദേവൻ പ്രവർത്തിക്കുന്ന അത്രയും ആൾക്കാരെ ചേർത്തുകൊണ്ട്, മഹാദേവൻ ആലോചന പങ്കുവെക്കുന്ന അത്രയും കുടുംബാംഗങ്ങളെ ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു സർവൈശ്വര്യ പൂജ. 2025 വർഷത്തിൽ ശനി രാശി മാറുന്നു, രാഹു മാറുന്നു, വ്യാഴം മാറുന്നു. അതുപോലെ തന്നെ ദശാകാലം മോശമായി വരുന്നവർക്കൊക്കെ ദോഷവശങ്ങളുണ്ടാകാം. ദശാകാലം നേട്ടമായിട്ടുള്ളവർക്കൊക്കെ നന്മയുണ്ടാകാം. പക്ഷേങ്കിൽ ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ, ഇപ്പം നേട്ടമുള്ളവർക്ക് നേട്ടം അവരുടെ ജീവിതത്തിൽ കൈവരിക്കാൻ വേണ്ടി, ദോഷങ്ങൾ ഇല്ലാതാകുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു പൂജയാണ് സർവൈശ്വര്യ പൂജ. അത് ചെയ്യുന്നു. ഹിന്ദു മതപ്രകാരം ഇതുവരെയും ഒരിടത്തും സർവൈശ്വര്യ പൂജ ഇങ്ങനെ വർഷാവസാനമില്ല. ക്രിസ്ത്യാനികളൊക്കെയാണ് അവരുടെ പള്ളികളിൽ ഇങ്ങനെ ഈ പുതുവർഷ പ്രാർത്ഥന നടത്തുന്നത്. അവർ ഒരു വർഷം ദൈവം അവരെ നടത്തിയതിന് നന്ദിയായിട്ട് അവരൊരു ആരാധന നടത്തുന്നു. അതുപോലെ തന്നെ പുതിയ വർഷത്തെ അവർ ദൈവം നടത്തണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഒരു ആരാധനയും കൂടി നടത്തുന്നു. അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ മഹാദേവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പുതുവർഷ ആരാധന ഒരു പുതുവർഷ പൂജ ചെയ്യുവാൻ പറഞ്ഞു. അപ്പോൾ അതിൽ താല്പര്യമുള്ളവരൊക്കെ പങ്കുചേരുക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിന് വേണ്ടി 365 ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. 365 ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. അതായത് പ്രിയപ്പെട്ടവരുടെ ഇതിൽ പങ്കുചേരുന്നവരുടെ പേര്, നാൾ, കുടുംബാംഗങ്ങളുടെ പേര്, നാൾ എല്ലാം എഴുതി വെച്ച് എല്ലാ ദിവസവും പൂജയിൽ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. 365 ദിവസവും ഇങ്ങനെ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനാണ് 1000 രൂപ വാങ്ങിക്കുന്നത്. 365 ദിവസവും പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനാണ് 1000 രൂപ ദക്ഷിണയായിട്ട് വാങ്ങിക്കുന്നത്. ഈ ദക്ഷിണ എന്ന് പറയുന്നത് പൂജയുടെ ചെലവിനും അതുപോലെ തന്നെ മഹാദേവന ക്ഷേത്രത്തിൽ അതിൻ്റെ ഒരു വീതം സമർപ്പിക്കുന്നതിനും, കാളഹസ്തി ക്ഷേത്രത്തിലാണ് അതിൻ്റെ വീതം സമർപ്പിക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ വീതം സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ പൂജയുടെ പ്രസാദം നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരണം. കൊറിയർ ചാർജ് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ അയച്ചു തരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടിയാണ്, അത് ചെറിയൊരു തുകയാണ്. ഒരു വർഷത്തേനാണ് 1001 രൂപ വാങ്ങിക്കും. ഒരു വർഷം നിങ്ങൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി എന്നും പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും പങ്കുചേരുക. അത് ഒരുപക്ഷെ ഞാനിങ്ങനെ പറയുമ്പോൾ ഈ വീഡിയോയുടെ താഴെ തന്നെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരും. ചെയ്യരുത്, ചേരരുത്, തട്ടിപ്പാണെന്നൊക്കെ അങ്ങനെ വരും. അത് നമ്മുടെ സമൂഹം അങ്ങനെയല്ലേ. ഇവിടെ ഏതൊരു കാര്യം പറഞ്ഞാലും അതിനെല്ലാം വിപരീത അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടല്ലോ. സമൂഹം എന്ന് പറയുന്നത് അങ്ങനൊരു സംവിധാനമാണ്. അതൊന്നും നോക്കണ്ട. പ്രിയപ്പെട്ടവർക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ, മഹാദേവനിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഞാൻ എന്നും യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എന്നും. അതാണ് പ്രത്യേകത. എന്നും എനിക്ക് അതിനുള്ള സാഹചര്യം മഹാദേവൻ തരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ദിവസവും ഈ 2 വീഡിയോ വീതം യൂട്യൂബ് ചാനലിൽ കൂടി 2 വീഡിയോ ചെയ്ത് ആരെങ്കിലും ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ടോ? അപ്പോൾ മഹാദേവൻ എനിക്ക് തരുന്ന ഒരു സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോഗ്യസ്ഥിതി, എൻ്റെ കുടുംബത്തിലെ സ്ഥിതി ഒക്കെ മെച്ചമാക്കി തരുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് വേറെ മറ്റു യാതൊരുവിധ
ദോഷാനുഭവങ്ങളും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായും സമാധാനമായിട്ടും ഒക്കെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മഹാദേവൻ്റെ ഒരു കൃപയാണ്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ പങ്കുചേരുക. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. 2025 വർഷം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ജ്യോതിഷപരമായിട്ടുള്ള അറിവൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അറിവുകളാണ് പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ദിവസം പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇന്ന ദിവസം നേട്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ അതനുസരിച്ച് ജീവിക്കുമ്പോൾ ജീവിതം ഫ്രീ ആയി മാറുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനൊക്കെ ഒഴിവായി പോവും, മാനസികമായ സംഘർഷങ്ങൾ ഒഴിവായി പോവും, ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഈ ജ്യോതിഷത്തിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ സർവൈശ്വര്യ പൂജയിൽ സഹകരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിന് അത് ഉപകാരപ്പെടും, നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടും. നിങ്ങൾ പോകുന്ന വഴിക്കും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും, നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. ആ ചിന്തയാണ് നിങ്ങളുടെ ശക്തി. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും പോകാം, എവിടെയും ചെല്ലാം, എവിടെയും കയറി ചെല്ലാം. നിങ്ങളുടെ പിന്നിലൊരു ശക്തി, മഹാദേവൻ്റെ ശക്തി ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഏത് മേഖലയിലേക്കും കടന്നു ചെല്ലാം, ഏത് പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും പങ്കുചേരുക. അതിൻ്റെ ഫോൺ നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ പൈസയൊക്കെ അയച്ച് തരിക. പേരും വാട്സപ്പ് ചെയ്യുക. പേര്, നക്ഷത്രം ഒക്കെ, കുടുംബാംഗങ്ങളുടെ പേര്, നക്ഷത്രം ഒക്കെ വാട്സപ്പ് ചെയ്യുക. എല്ലാം എഴുതിയെടുത്ത് ഞാൻ തീർച്ചയായിട്ടും അത് പൂജ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്കത് അതിൻ്റെ ഫോട്ടോ അയച്ചു തരുന്നതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക, ചേരുക. മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.